അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 3/4 നൂറ്റാണ്ട് കാലമായി പുതിയ മുസ്ലിം തലമുറക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിർത്തുന്നത് നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന ഈ പ്രാഥമികമായ ഇസ്ലാമിക വിദ്യാഭ്യാസമാണ്, മദ്രസ സംസ്കാരമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെയും ദീനിൻ്റെ സ്ഥാപനങ്ങളെയും മസ്ജിദുകളെയും ദർസുകളെയും അവയുമായി ഒക്കെ ബന്ധപ്പെട്ട ഉസ്താദുമാരെയും ബഹുമാനിക്കുകയും അതിനാവശ്യമായ സഹായ സഹകരണങ്ങൾ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്ന ഒരു സംസ്കാരം കേരളീയ മുസ്ലിങ്ങൾക്ക് സുപരിചിതമാണ്. ഈ ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമികമായ ഒരു അസ്തിത്വം, ദീനിയായ ഒരു നിലനിൽപ്പ് ഉണ്ടായിത്തീർന്നത് എന്നത് ഏവരും സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. മദ്രസാ സംവിധാനം അഥവാ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരണമാകുന്നതിൻ്റെ മുൻപ് 1/4 നൂറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതേ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി പ്രവർത്തിച്ചിരുന്നു. 1926 സമസ്ത രൂപീകൃതമായി 1/4 നൂറ്റാണ്ട് അഥവാ 25 കൊല്ലം കഴിഞ്ഞിട്ട് 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നു. മദ്രസകൾ അംഗീകരിക്കാനും മദ്രസ സംവിധാനം അതിൻ്റെ പാഠ്യപദ്ധതികൾ തയ്യാറാക്കാനും മദ്രസകൾ പുരോഗമിപ്പിക്കുന്നതിനാവശ്യമായ മറ്റു സഹായ സഹകരണങ്ങൾ ചെയ്യാനുമൊക്കെയുള്ള പ്രക്രിയകൾ കേരളത്തിൽ സജീവമായി. ഈ മദ്രസകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരുടെ ഒരു സംഘടനയുണ്ട്. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ. മദ്രസകൾ, അംഗീകൃതമായ മദ്രസകളുടെ എണ്ണം 10,800 സംതിങ് ആണ്. ഈ മദ്രസകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇൽമി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികൻ്റെ അധ്യാപനങ്ങളും സംസ്കാരവും ഒക്കെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാന്മാരാണ് ഉസ്താദുമാർ. ഈ ഉസ്താദുമാർ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ സ്വാഭാവികമായും അവരുടെ കൂട്ടത്തിലുണ്ടാവും. പൊതുവെ സാമ്പത്തികമായി പിൻനിരയിൽ ഉള്ളവരാണ് അവർ. അപ്പോൾ മുഅല്ലിമീങ്ങളുടെ സാങ്കേതിക കഴിവുകൾ വളർത്താൻ അഥവാ പഠിപ്പിക്കുക എന്ന വിഷയത്തിൽ അവരുടെ കഴിവുകൾ വളർത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവരുടെ സാമ്പത്തിക മേഖലയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാനും പരമാവധി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്രസയിലെ ഉസ്താദുമാർക്കുള്ള ഭവന നിർമ്മാണം, വീടുണ്ടാക്കി കൊടുക്കൽ, മുഅല്ലിം മൻസിൽ എന്ന പേരിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉസ്താദുമാർക്ക് വീടുകൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നു. പിന്നെ നിശ്ചിത കാലം മദ്രസകളിൽ അധ്യാപനം പൂർത്തിയാക്കി വിടവാങ്ങുന്ന ഉസ്താദന്മാർക്ക് പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. മതവിദ്യാഭ്യാസ രംഗം സജീവമാക്കുന്നതിനാവശ്യമായ വിവിധ പ്രവർത്തനങ്ങളിൽ റേഞ്ച് യോഗങ്ങൾ, അതുപോലെ മതപഠന ക്ലാസ്സുകൾ, അല്ലെങ്കിൽ തദ്രീബ് കോഴ്സുകൾ തുടങ്ങിയ അവരുടെ സാങ്കേതിക കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ യോഗങ്ങൾ, പരിപാടികളൊക്കെ നടത്തുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഇതിൽപ്പെടും. ഇതെല്ലാം വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. അങ്ങനെ അൽഹംദുലില്ലാഹ് വർഷങ്ങളായി 1959 ജംഇയ്യത്തുൽ മുഅല്ലിമീൻ രൂപീകൃതമായത്. അന്ന് മുതൽ പതിറ്റാണ്ടുകളായി മതവിദ്യാഭ്യാസ രംഗം സജീവമാക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ഫലപ്രദമാക്കുന്നതിനും വേണ്ടി വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലാണ്. അതിൻ്റെ കീഴിൽ ജില്ലാ കമ്മിറ്റികളുണ്ട്, താലൂക്ക് കമ്മിറ്റികളുണ്ട്, മേഖലാ കമ്മിറ്റികളുണ്ട്, റേഞ്ച് കമ്മിറ്റികളുണ്ട്. 10-15 മദ്രസകൾ ഉള്ള ഒരു വൃത്തത്തിനാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനൊക്കെ കാര്യമായി ആശ്രയമായിരിക്കുന്നത് മുസ്ലിം സഹോദരങ്ങളുടെ, മുസ്ലിം ബഹുജനങ്ങളുടെ വിവിധങ്ങളായ സാമ്പത്തിക സഹായങ്ങളാണ്. ഇങ്ങനെ മുഅല്ലിമീങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി മുഅല്ലിം ഡേ നടത്തി വരാറുണ്ട് ഏതാനും വർഷങ്ങളായി. മുഅല്ലിം ദിനം, ഈ പ്രാവശ്യത്തെ മുഅല്ലിം ദിനം ജൂലൈ 7-ാം തീയതിയാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള 2-3 ദിവസങ്ങളിലായി റേഞ്ചുകളിലും വിവിധ മേഖലകളിലുമൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മുഅല്ലിം സഹോദരന്മാർ, നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസവും സംസ്കാരവും കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാർ ഈ വിഷയകമായി നിങ്ങളെ സമീപിക്കും. അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്നും അവർക്കാവശ്യമായ മറ്റു സാങ്കേതിക, സാംസ്കാരിക, സാമൂഹിക, പ്രാദേശിക സഹായ സഹകരണങ്ങൾ, അനുകൂല ചുറ്റുപാടുകളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നും ഈ സന്ദർഭത്തിൽ സവിശേഷമായി നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയും ദീനിൻ്റെ ജീവനായ ഇൽമിനു വേണ്ടിയും ബഹുമുഖങ്ങളായ സേവനങ്ങൾ തുടർന്നും ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു തരുമാറാകട്ടെ. ആ പുണ്യകർമ്മങ്ങളുടെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നമ്മുടെ ഏർപ്പാടുകളിൽ, സന്താനങ്ങളിൽ, എല്ലാറ്റിലും അള്ളാഹു തആല ഖൈർ ബർക്കത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.